ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ഇന്നത്തെ ദിവസത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് കഴിഞ്ഞ 35 വർഷമായി ചെറുപുഴയിൽ ഒരു യോഗ പഠന കേന്ദ്രം ആരംഭിച്ച് അത് ഇന്നും തുടർന്നു കൊണ്ടു പോകുന്ന യോഗ സാമ്രാട്ട് ഡോക്ടർ കെ ദാമോദരൻ മാഷാണ്. മാഷുമായി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാം. മാഷെ നമസ്കാരം. ജൂൺ 21 എന്നുള്ള ഒരു ദിവസം യോഗാ ദിനമായി തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ യോഗാ ദിനം തെരഞ്ഞെടുത്തത് 2014 നമ്മുടെ പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര സഭയുമായി നടത്തിയ ചില ഇടപെടലുകൾ കൊണ്ടാണ്. അപ്പോ അന്ന് തെരഞ്ഞെടുത്ത ദിവസമാണ് ജൂൺ 21 എന്ന് പറഞ്ഞാൽ ആ ദിവസം, അതായത് ഇന്ന് സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിന്റെ അങ്ങേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പകൽ ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ടാണ് ഈ ദിവസം തന്നെ ഉത്തരായനം എന്നതിന് പറയും, ഈ ദിവസം തന്നെ ഈ യോഗാ ദിനമായി തിരഞ്ഞെടുക്കാൻ വേണ്ടി എല്ലാവരും കൂടി ശുപാർശ ചെയ്തു. അങ്ങനെയാണ് ഇന്ന് ഈ അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കാൻ പോകുന്നത്. മാഷിന്റെ ഒരു കടന്നുവരവ് എങ്ങനെയായിരുന്നു ഈ യോഗയിലേക്ക്? ഞാൻ 1985 ശേഷമാണ് യോഗ പഠിക്കാൻ തുടങ്ങിയത്. അന്ന് ചില ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ. അതിനെ തുടർന്ന് കണ്ണൂരിൽ പോയി യോഗ പഠിച്ചു, അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നീലേശ്വരത്ത് പോയി, അവിടെയും പഠിച്ചു. അതോടുകൂടി കുറച്ച് എൻ്റെ അസുഖങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്നു. പിന്നെ 1990 ഒരു യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും അതിലെ ആളുകളെ കുറേശ്ശെ പരിശീലനത്തിന് വേണ്ടി എത്തിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കറസ്പോണ്ടൻസ് കോഴ്സിലൂടെ ഈ യോഗയിലും പ്രകൃതി ജീവനത്തിലും പഠനം നടത്തി അതിലൊരു യോഗ്യത കൂടി ഇടക്കാലത്ത് നേടിയിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ അവിടെ മുതൽ ആരംഭിച്ച് ഇന്ന് 35 വർഷം പൂർത്തിയാക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മിക്കവാറും സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ മറ്റ് ക്ലബ്ബ് വായനശാലകളിലും ഒക്കെ തന്നെ യോഗ പരിശീലനം നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ കൂട്ടത്തിൽ 3-4 ശിഷ്യന്മാരുമുണ്ട്, പ്രവർത്തകരായിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ ഈ പ്രവർത്തനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇവിടെ ചെറുപുഴയിലെ പഠിക്കാനായിട്ട് ആളുകൾ വരാറുണ്ട് യോഗ? ഇപ്പോഴും ഉണ്ട്. നേരത്തെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു. ആലക്കോട്, വെള്ളരിക്കുണ്ട്, ചിറ്റാരിക്കാൽ, പെരിങ്ങോം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് സമയത്തിന്റെ ചില പ്രശ്നങ്ങളുള്ള പരിമിതികൾ ഉള്ളത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ പോവാറില്ല. ഇവിടെ ഞായറാഴ്ചകളിൽ ഇവിടെ ഈ ചെറുപുഴയിലാണ് ഇങ്ങനെ പരിശീലനം നടത്തുന്നത്. എൻ്റെ യോഗ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മധു ഉണ്ട്, പിന്നെ കമലാക്ഷനുണ്ട്, പിന്നെ പെരിങ്ങോത്തെ കാഞ്ചനയുണ്ട്. അവരൊക്കെ ശിഷ്യന്മാരായി നമ്മുടെ ഈ യോഗ പരിശീലനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാഷ് പറഞ്ഞു ഒരു ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് യോഗ തുടങ്ങിയത്. അപ്പോ ഈ രോഗവും അസുഖങ്ങളും ഈ യോഗയും തമ്മിലുള്ള ബന്ധം അത് പറയാം. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ കാലത്ത് മിക്കവരും ഓരോ തരത്തിലുള്ള അസുഖത്തിനും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അസുഖത്തിനൊക്കെ ചികിത്സ നടത്തുക എന്ന് പറഞ്ഞ ഒരുപാട് സാമ്പത്തിക ചെലവുകളുണ്ട്, സമയനഷ്ടമുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇങ്ങനെയുള്ള അവസരത്തില് നമ്മൾ മരുന്നില്ലാതെ, കഷായമോ ലേഖ്യമോ ഇല്ലാതെ, ഇഞ്ചക്ഷൻ ഇല്ലാതെ അസുഖങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. ഇന്ന് പുതിയ തലമുറ ലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് ഇന്ന് എല്ലായിടത്തും, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തും യോഗ ആളുകൾ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും അങ്ങനെ തന്നെ വ്യാപിക്കുന്നു. ഏറ്റവും അവസാനമായി കേരളത്തിലാണ് ഇത് വ്യാപിച്ചുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് തന്നെ കർണാടകയിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ യോഗ സ്കൂളുകളിലൊക്കെ നടപ്പിലാക്കിയിരുന്നു. നമ്മുടെ കേരളത്തിലാണ് വൈകി വന്നത്. ഇപ്പോഴും വേണ്ടത്ര നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും ചില ശ്രമങ്ങളൊക്കെ ഗവൺമെന്റ് നടത്തുന്നുണ്ട്. ചില സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ യോഗ പരിശീലിപ്പിക്കുന്നുമുണ്ട്. ഇത് അപ്പൊ ഈ യോഗ പരിശീലിക്കാൻ എങ്ങനെ പ്രായപരിധി അല്ല എന്തെങ്കിലും? യോഗ പരിശീലിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രായപരിധിയില്ല. ഞങ്ങൾ പറയുക, ചെറിയ കുട്ടികൾ മുതൽ, പറഞ്ഞാൽ കേൾക്കുന്ന പ്രായം മുതൽ
പറഞ്ഞാൽ കേൾക്കുന്ന പ്രായമുള്ള ആൾ വരെ, കൂടുതൽ വയസ്സുള്ള ആളുകൾക്ക് വരെ ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ യോഗാസനം. ഇത് ഓരോ ഘട്ടങ്ങളിലും അവരുടെ ശാരീരിക സ്ഥിതിക്ക് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ചെറിയ കുട്ടികളോട് വലിയ കഠിന യോഗ ചെയ്യാൻ പറയാറില്ല. അപ്പോൾ എല്ലാ രോഗങ്ങൾക്കും യോഗാസനത്തിലൂടെ പ്രതിവിധിയുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ യോഗ ചെയ്യുന്നത് രോഗം ഭേദമാക്കാൻ വേണ്ടിയല്ല, ഒരു ശാരീരികമായ ഉണർവ് ഉന്മേഷം ലഭിക്കാൻ വേണ്ടി. ഇത് ഭാരതത്തിലെ ഋഷിവര്യന്മാർ കണ്ടെത്തിയ ഒരു അനുഷ്ഠാന രീതിയാണ്. അവരുടെ ശാരീരികവും മാനസികവുമായ ഉണർവിനും ഉന്മേഷത്തിനും വേണ്ടി അവർ കണ്ടെത്തിയ ഈ അനുഷ്ഠാന രീതി അല്ലെങ്കിൽ ദിനചര്യ പിൽക്കാലത്ത് ലോകം അംഗീകരിച്ചു വരികയാണ്. ഇന്ന് ഇന്ത്യയിലുള്ളതിനേക്കാൾ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ യൂറോപ്പിലാണുള്ളത്. ജർമ്മനിയും അതുപോലെ തന്നെ ഫ്രാൻസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട്, യോഗ സ്റ്റുഡിയോ എന്നാണ് അവിടെ പറയുക. ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇതിന്റെ പ്രചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന യോഗ മുതൽ പ്രായമുള്ള ആളുകൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ആസനങ്ങൾ ഉണ്ട്. വളരെ ലഘുവായ ലളിതമായ ആസനങ്ങളും ഈ യോഗാസനത്തിലുണ്ട്. ഏതൊക്കെ അസുഖങ്ങൾക്കാണ് യോഗ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ ഒരു ആസ്മയുമായി ബന്ധപ്പെട്ട് ആണ് ഞാൻ ആദ്യം ഈ രംഗത്തേക്ക് വന്നത്. ആസ്മ കംപ്ലീറ്റ് മാറിയെന്ന് മാത്രമല്ല, അനുബന്ധമായി പല പ്രയാസങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മാറിക്കഴിഞ്ഞു. ഇത് എല്ലാ രോഗങ്ങൾക്കും, പ്രത്യേകിച്ച് ആസ്തമ, അലർജി, ശ്വാസമുട്ട്, കഫക്കെട്ട്, ജലദോഷം, തുമ്മൽ തുടങ്ങിയ, മൂക്കിൽ ദശ വളരുക, മൂക്കിന്റെ പാലം വളരുക തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾക്ക് ഈ യോഗാസനം ഒരു പ്രതിവിധിയാണ്. യോഗ ചെയ്തു കഴിഞ്ഞാൽ, യോഗയും പ്രാണായാമവും ചെയ്തു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ നമുക്ക് ശമിപ്പിക്കാൻ പറ്റും. പിന്നെ ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒന്നാണ് നടുവേദന, കാൽവേദന, മുട്ടുവേദന, പുറം വേദന, കഴുത്തുവേദന, സ്പോണ്ടലൈറ്റിസ്. ഇതെല്ലാം ശമിപ്പിക്കാൻ നമ്മുടെ യോഗാസനത്തിൽ പറ്റിയ ആസനങ്ങളും എക്സസൈസും ഉണ്ട്. അത് ആളും തരവും നോക്കി രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മെല്ലെ 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 മോചിതരാകാൻ പറ്റും. അപ്പോ ഇപ്പൊ ഒരു യുവതലമുറക്ക് അവർക്ക് ഈ യോഗ പഠിക്കണം എന്ന് പറയാനുള്ള ഈ യോഗ പഠിച്ചാല് ശാരീരികമായ അസുഖങ്ങൾ മാറുമെന്ന് മാത്രമല്ല, ഇന്ന് അത് മാത്രമല്ല നമ്മുടെ പുതിയ തലമുറക്ക് ആവശ്യമായിട്ടുള്ളത് മാനസികമായ ആരോഗ്യം ഉണ്ടാവണം. ഇന്ന് പലർക്കും ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനാകുന്നില്ല. അത് ചെറിയ കുട്ടികൾ മുതൽ യുവാക്കള്, പ്രായമായവർക്ക് വരെ ചെറിയ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയാതെ മറ്റു പലതിലേക്കും, ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയാണ് പലരും. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രതിവിധിയാണ്. പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള, ടെൻഷനുകളിൽ നിന്ന് മോചിതരാകാനുള്ള ഒരു പരിശീലനം കൂടി യോഗയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു ശാന്തതയും സ്വസ്ഥതയും ലഭിക്കും. ശാന്തമായ സുഖം. നമ്മൾ യോഗാസനം ശീലിച്ചു കഴിഞ്ഞവരെ പശുവിനോടാണ് നമ്മൾ സാധാരണ പറയുക. ശാന്തമായ സ്വഭാവമായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ക്രിമിനൽ സ്വഭാവങ്ങളൊക്കെ ഇല്ലാതാവും. അപ്പോൾ ഇന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത് തെറ്റിക്കഴിഞ്ഞാൽ ഉടനെ മറ്റ് ക്രിമിനൽ സ്വഭാവങ്ങൾ കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ചെറുപ്പക്കാർ. അപ്പൊ അവർക്കൊക്കെ ഈ യോഗ പരിശീലനം നടത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽ സ്വഭാവങ്ങൾ മനസ്സിൽ നിന്ന് മാറുകയും നല്ല ശാന്തമായ സ്വസ്ഥമായ ഒരു മനസ്സിന്റെ ഉടമകളായിട്ട് മാറാൻ കഴിയുകയും ചെയ്യും. മാഷ് പഠിപ്പിച്ച കുട്ടികൾ ഇപ്പം യോഗ അധ്യാപകരെ മാറി. ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന യോഗ പഠന കേന്ദ്രമാണ്. ഗവൺമെന്റ് അംഗീകാരം നേടിയതും ആദ്യകാലത്തൊക്കെ ഒരു ഗ്രാന്റ്, വാർഷിക ഗ്രാന്റ് ലഭിച്ചിരുന്നു. ഇപ്പോ ഗ്രാന്റ് ഒന്നും ലഭിക്കുന്നില്ല. അങ്ങനെ ഇവിടെ നിന്ന് പരിശീലനം നേടിയ, ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റുമായിട്ട് പോയ പലരും ഇന്ന് നമ്മുടെ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. പലരും യോഗ അധ്യാപകരായിട്ടുണ്ട്. ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ ഒരുപാട് അധ്യാപകരുണ്ട്. ഇപ്പൊ ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ വരെ ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടാണ് പോകുന്നത് യോഗ പരിശീലനം നടത്തിയതിന്റെ. അവരൊക്കെ അവിടെ ഇത് പരിശീലിപ്പിക്കുന്നുണ്ട്, പലരും വിളിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ നല്ലൊരു സാധ്യതകളുണ്ട് യോഗ പരിശീലിച്ച് കഴിഞ്ഞാൽ. യോഗ അധ്യാപകർക്ക് വിദേശത്ത് തന്നെ നല്ല സാധ്യതകൾ ഉണ്ട് യോഗ പരിശീലിക്കാൻ. ഇവിടെയൊക്കെ സാധാരണഗതിയിൽ നമ്മൾ ഒരു 3 മാസത്തെ കോഴ്സാണ് കൊടുക്കുക. അപ്പോൾ ശാരീരികമായ അസുഖങ്ങളൊക്കെ ഭേദമാക്കാനൊരു കോഴ്സ്.
അപ്പൊ യോഗ അധ്യാപകരാവാൻ കുറച്ചും കൂടി ആസനങ്ങൾ അവര് പരിശീലിക്കണം. അപ്പൊ ആവശ്യത്തിനുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള പരിശീലനം ഞങ്ങൾ ഇവിടെ വെച്ച് നൽകാറുണ്ട്. അവരാണ് ഈ പല ഭാഗങ്ങളിലും ഇന്ന് പോയി യോഗ പരിശീലനം നടത്തുന്നത്. നമ്മുടെ കേരളത്തിൽ നമ്മുടെ പ്രദേശത്തൊക്കെ ഉണ്ട്, പഠിച്ചു പോയവർ അവര് അവിടെ ചെയ്യും. അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് യോഗാസനം എത്തിക്കുക, യോഗയുടെ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാഷി, അതുപോലെ യോഗകള് പലതരത്തിലുണ്ടല്ലോ, അപ്പം ഏതുതരം യോഗയാണ് മാഷ് പഠിപ്പിക്കുന്നത്? അതെ, നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത് ഹഠയോഗമാണ്. ഹഠയോഗത്തിലെ വിവിധ എക്സസൈസുകളാണ് നമ്മളിവിടെ പരിശീലിപ്പിക്കുന്നത്. അതിൽ തന്നെ യമനിയമങ്ങൾ അങ്ങനെ പലതും ഉണ്ട്. അതൊക്കെ അതിന്റെ താത്വിക വശങ്ങളാണ്, അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള നിയമങ്ങൾ, ഈ ആസനങ്ങളാണ് നമ്മൾ പരിശീലിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രാണായാമം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാണായാമം ചെയ്താലുള്ള ഗുണങ്ങൾ, അത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാറും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആസ്തമ, അലർജി, ശ്വാസം മുട്ട്, കഫക്കെട്ടൊക്കെ അത് മാറ്റാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ് ഈ പ്രാണായാമം. അപ്പോൾ പ്രാണായാമം ചെയ്താൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെയുള്ളത്, നമ്മൾ ഈ മടി മാറിക്കിട്ടും. ഈ ഒരു ഉണർവില്ലാത്തൊരവസ്ഥ, എവിടെയെങ്കിലും ഇരുന്നാൽ ഇങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാൽ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം തുടങ്ങിയ, അപ്പോൾ ശരീരത്തിന് ഒരു ഉണർവില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ മടി പിടിച്ചിരിക്കുക എന്ന് പറയുന്നത്. അത് മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെയാ മാറ്റിയെടുക്കാൻ പറ്റുക? അത് നമ്മൾ ജോലി ചെയ്യാനൊക്കെ നമ്മെ സഹായിക്കുന്ന എനർജിയാണ്, ഊർജമാണ്. ഊർജം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഒന്ന് നമ്മുടെ പോഷകാംശം, ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പോഷകാംശം ചെറുകുടലിൽ എത്തി അതിൽ ശരീരത്തെ അബ്സോർവ് ചെയ്ത് നമ്മുടെ കോശങ്ങളിലൊക്കെ എത്തുന്നു പോഷകാംശം. അതോടൊപ്പം തന്നെ മൂക്കിലൂടെ നമ്മൾ വലിച്ചു കയറ്റുന്ന വായു, ഓക്സിജൻ. ഈ ഓക്സിജൻ ശ്വാസകോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശ്വാസകോശത്തിലെ ആൽവിയോളുകളിൽ നിന്ന അറകളിലൂടെ ഈ ചുവന്ന രക്താണു, അതിലെ ഹീമോഗ്ലോബിൻ ഈ ഓക്സിജനെ വലിച്ചെടുത്ത് നമ്മുടെ കോശങ്ങളിൽ എത്തിക്കും. അപ്പൊ കോശങ്ങളിൽ എത്തിച്ചേർന്ന ഓക്സിജനും നേരത്തെ ഉണ്ടായ പോഷകാംശം കൂടി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അതിന്റെ ഫലമായി ഈ എനർജി, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ആവശ്യത്തിന് ഈ എനർജി നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവാത്തൊരവസരത്തിലാണ് നമ്മൾ ഒരു മൊണോട്ടണസ്, ഉണർവില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത്, മടി പിടിച്ചിരിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്ന പ്രാണായാമം ചെയ്യുമ്പോൾ കൂടുതൽ ഓക്സിജനെ നമ്മൾ ശ്വാസകോശത്തിലേക്ക് എത്തിക്കും. ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ഇപ്പോൾ കൂടുതൽ ഓക്സിജനെ ശ്വാസകോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ഓക്സിജനെ രക്തം വലിച്ചെടുത്ത് നമ്മുടെ കോശങ്ങളിൽ എത്തിക്കും. അപ്പോൾ അവിടെ പോഷകാംശമുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതലായിട്ട് ഓക്സിഡേഷൻ നടക്കും, കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമുക്കുണ്ടാവും. നല്ല എനർജറ്റിക് ആയിരിക്കും, നല്ല ഉണർവ്, ഉന്മേഷം ഉണ്ടാവും, ജോലിയോട് താല്പര്യം ഉണ്ടാവും. അതാണ് രണ്ടാമത്തെ ഗുണം. മൂന്നാമത്തേത്, നമുക്ക് ശാന്തിയും സമാധാനം, സ്വസ്ഥതയും ഒക്കെ ലഭിക്കാൻ കൂടി ഈ പ്രാണായാമം സഹായിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാണായാമം. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടും. ഏത് പ്രായക്കാർക്കും ചെയ്യാം. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ തന്നെ ഈ അവിടെ കൂടുതൽ ഓക്സിജനെ ഉള്ളിലേക്ക് എത്തിക്കാൻ. അതാണ്, അത് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിന്റെ ഒരു ഗുണം അറിയപ്പെടും. ഇപ്പോൾ ചില ആൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ, 2-3 ആഴ്ച കൊണ്ട് തന്നെ അവർക്ക് പ്രകടമായ മാറ്റമുണ്ട് അവരുടെ പ്രവർത്തനത്തിൽ. അപ്പൊ കുട്ടികളായാലും മുതിർന്നവരായാലും ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെ ഏറ്റവും ആവശ്യമായതൊന്നാണ് പ്രാണായാമം. ആ പ്രാണായാമവും യോഗാസനത്തിന്റെ ഭാഗമായി നമ്മൾ പരിശീലിപ്പിക്കുന്നു. അപ്പൊ ഒരു യോഗ തുടങ്ങിക്കഴിഞ്ഞാല് അതിന്റെ ഒരു ഗുണം അറിയാൻ വേണ്ടിയിട്ട് എത്ര കാലം വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി? ഇപ്പോ യോഗ എന്തെങ്കിലും സാധാരണഗതിയിൽ എന്തെങ്കിലും അസുഖമുള്ളവരാണ് യോഗ പരിശീലിക്കാൻ വേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ ചില ആളുകൾക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ, ആഴ്ചകൾ കൊണ്ട് തന്നെ ആ രോഗശമനം ഉണ്ടാവും. ചിലർക്ക് കുറച്ചും കൂടെ സമയമെടുക്കും. ചില ആളുകൾക്ക് കുറച്ചും കൂടെ ദീർഘിച്ച എക്സസൈസ് പരിശീലനം കൊണ്ട് മാത്രമാണ് ഗുണം ലഭിക്കുക. ചിലർക്ക് ഈ ആസ്തമ, അലർജിയൊക്കെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. അത് ഓരോരുടെ ശാരീരിക പ്രകൃതത്തിനനുസരിച്ചും നമ്മൾ ചെയ്യുന്ന ആസനങ്ങളുടെ പ്രത്യേകതക്കനുസരിച്ചും അവരുടെ സമയ ദൈർഘ്യത്തിനനുസരിച്ചും ഒക്കെയാണ് അസുഖം വേഗമാകുന്നത്. അപ്പൊ സാധാരണഗതിയിൽ കൂടുതലായിട്ട് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നത് സ്ത്രീകൾക്കും പ്രായമുള്ളവർക്കുമാണ്. കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് യോഗയുടെ പേരിൽ അല്ലെങ്കിൽ പോലും
പല എക്സസൈസുകളും അവർ ചെയ്യുന്നുണ്ട്. അവർ തലകുത്തി മറിയുക, ഓടുക, ചാടുക തുടങ്ങിയതൊക്കെ യോഗാസനം ചില ഭാഗങ്ങളാണ്. എന്നാൽ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ അത് നമ്മുടെ സ്ത്രീകളായാലും മുതിർന്നവരായാലും വലിയ ശാരീരിക അധ്വാനമൊന്നുമില്ലാതെ അവയവങ്ങൾക്കൊന്നും വേണ്ട വ്യായാമം കിട്ടാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അത് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കും. നമ്മുടെ ശരീരത്തിലെ ഓരോ ജോയിന്റും ഓരോ അവയവങ്ങൾക്കും നല്ല വ്യായാമം ലഭിക്കുക, ചലിക്കണം. അതിനു വേണ്ടിയാണ് നമ്മുടെ ജോയിന്റുകളൊക്കെ ഉള്ളത്. അപ്പൊ ചലിപ്പിക്കാതെ വെച്ച് കഴിയുമ്പോൾ അവിടെ ചില ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കുറയുകയും കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുകയും അങ്ങനെ ചില പ്രയാസം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പതിവായി യോഗ ചെയ്യുന്ന ഒരാൾക്ക് തരത്തിലുള്ള അസ്വസ്ഥതകൾ പൊതുവെ കുറഞ്ഞു. അപ്പൊ ഇങ്ങനെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് യോഗ പഠിക്കാൻ വരുന്നതാണ്. അപ്പൊ അസുഖം പൂർണ്ണമായും മാറുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് കുറയുമ്പോഴും നമ്മൾ യോഗ നിർത്തി കഴിഞ്ഞാൽ അത് വീണ്ടും വരാനുള്ള സാധ്യത? അത് പറയാം. ഇപ്പൊ സാധാരണഗതിയിൽ നമുക്ക് നടുവേദന ആയിട്ട് വന്നു, അല്ലെങ്കിൽ ആസ്തമയായിട്ട് വന്നു, പ്രാണായാമം ചെയ്തു, അല്ലെങ്കിൽ നടുവേദനയുടെ ചില എക്സസൈസുകൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഈ അസുഖങ്ങൾ ചിലപ്പം ഭേദമായിട്ടുണ്ടാവും ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ. അപ്പൊ പൂർണ്ണമായി ഇങ്ങനെ ഭേദമായി കഴിഞ്ഞാൽ ചില ആളുകൾ അസുഖങ്ങളൊക്കെ മാറി എന്ന് വെച്ചിട്ട് പോകും. എന്നാൽ ചില ആളുകൾക്ക് ചിലപ്പോൾ അത് തിരിച്ചു വരാം. ചിലപ്പോൾ ആസ്തമൊക്കെ ആണെങ്കിൽ കുറച്ച് കാലാവസ്ഥ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ തിരിച്ചു വരും. അപ്പോൾ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾ പറയുന്നത് തുടർച്ചയായിട്ട് യോഗ ചെയ്യുക, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക എന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ അധികം എണ്ണമൊന്നും ചെയ്യണ്ട. ചുരുങ്ങിയ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, മാക്സിമം ഒരു അരമണിക്കൂർ ഒരു ദിവസം യോഗാസനത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി. അധിക സമയമൊന്നും വേണ്ട. അപ്പോൾ പതിവായിട്ട് യോഗ ചെയ്യുന്നവർക്ക് കുറച്ച് സമയം ഈ ഓരോ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ പൊതുവെ ഇല്ലാതാവും. അഥവാ ചില പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ വീണ്ടും തിരിച്ചു വന്നാൽ തന്നെ അത് വീണ്ടും അതിനുള്ള എക്സസൈസുകൾ തുറന്ന് ചെയ്താൽ മതി. അങ്ങനെയാണ്. ജീവിത അവസാനം വരെ ചെയ്യണം എന്നില്ല. ചെയ്യുന്നതാണ് നല്ലത്, ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുക. ഈ ഒരു യോഗ പൂർണ്ണമായും പഠിക്കാനായിട്ട് എത്ര കാലം? അങ്ങനെയൊന്നുമില്ല. യോഗ എന്ന് പറഞ്ഞാൽ പല എക്സസൈസുകളുണ്ട്. ചിലതൊക്കെ വളരെ ലഘുവായിട്ടുണ്ടാവും. ഇപ്പൊ പ്രാണായാമം ഒക്കെ ആണെങ്കിൽ ഒരു മൂക്കിൽ കൂടി ശ്വാസം വലിച്ചു കയറ്റി മറ്റേ കൂടി വിട്ടു വീണ്ടും എടുക്കുന്ന രീതിയാണ്. അപ്പൊ അത് ചുരുങ്ങിയ സമയം കൊണ്ട് അത് പഠിക്കാം. കുറച്ച് ദിവസം ചെയ്താൽ അതിന്റെ ഗുണം നമുക്ക് കിട്ടും. ഇപ്പൊ കാലിന്റെ പ്രശ്നങ്ങള്, മുട്ടിന്റെ പ്രശ്നങ്ങള്, ഷോൾഡർ വേദന, പുറം വേദന, ഇതിനൊക്കെ പറ്റുന്ന എക്സസൈസുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഗുണം കിട്ടും. പിന്നെ തലവേദനയാണ് പുതിയ തലമുറയിൽ കാണപ്പെടുന്ന ഏറ്റവും തലവേദനയാണ്. തലവ്യാധികൾ, മൈഗ്രെയിൻ ഉണ്ട്, ചെന്നിക്കുത്ത് എന്ന് പറയുന്നത്, അല്ലെ സാധാരണ തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന അവസരത്തില് ഈ തലവേദന പറഞ്ഞ നെറ്റിയുടെ ഭാഗത്താണ് വേദന ഉണ്ടാവുക. ഈ ഭാഗത്തേക്ക് കൂടുതൽ ബ്ലഡ് എത്തിക്കുന്ന ചില എക്സസൈസുകളുണ്ട്. എക്സസൈസിന്റെ പേരോ ഒന്നും ഇപ്പൊ കാണിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അത് ചെയ്യുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്തു കഴിഞ്ഞാൽ മുഖത്തേക്കും തലയിലേക്കും ബ്ലഡ് നല്ലവണ്ണം കടന്നു വരികയും ഈ തലവ്യാധികൾ അപ്പാടെ മാറുകയും ചെയ്യും. തലവേദന, മൈഗ്രെയിൻ ഉറപ്പായിട്ട് ചുരുങ്ങിയ ആഴ്ചകൾ കൊണ്ട് തന്നെ മാറിക്കിട്ടും. അതങ്ങനെയാണ് പലരുടെയും അനുഭവത്തിലുള്ളത്. അതുകൊണ്ട് ക്ഷമയോടുകൂടി യോഗ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം എല്ലാവർക്കും ലഭിക്കും. അപ്പൊ നമ്മളിപ്പം ലോകമെമ്പാടും യോഗയിലേക്കാണ് കടന്നു വരുന്നത്. അപ്പൊ ഇതിലേക്ക് ഒരു ഗുണമൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരും ചെയ്യാൻ വരില്ലല്ലോ. അപ്പോൾ നല്ല ഗുണമുള്ള ഒരു എക്സസൈസ് ആണ് ഈ യോഗാസനം. അപ്പോ ഇന്ന് യോഗാ ദിനമായതുകൊണ്ട് തന്നെ പുതിയ തലമുറയോട് യോഗയിലേക്ക് കടന്നു വരാൻ അല്ലെങ്കിൽ എന്താണ് ആശംസ പറയാനുള്ളത്? ഈ പുതിയ തലമുറ മാത്രമല്ല, പഴയ തലമുറയും യോഗാസനത്തിലേക്ക് കടന്നു വരണം. കാരണം നമ്മൾ ചികിത്സാ ചെലവ് കൂടി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, സമയമില്ലാത്തൊരവസ്ഥ. ആ ഘട്ടത്തിലൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി വളരെ അകലെ പോയി ചികിത്സ നടത്തി പുതിയ അസുഖങ്ങളായിട്ട് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അത് ഒഴിവാക്കാൻ നമ്മുടെ യോഗാസനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ യോഗാസനത്തിലൂടെ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ മാറ്റാൻ സാധിക്കും എന്ന് മാത്രമല്ല, ഒരു പുതിയ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റും. വ്യക്തികളായാലും കുടുംബത്തിലായാലും ഈ അസുഖമില്ലാത്ത ഒരവസ്ഥയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തിന്റെ അല്ലെങ്കിൽ ഒരു മനസ്സിന്റെ ഉടമയായി മാറുന്നതിന് വേണ്ടി പുതിയ തലമുറ യോഗാസനം ചെയ്യണം എന്ന് മാത്രമല്ല, ഇനി നമ്മളൊക്കെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ മുമ്പിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ അധികകാലം നിൽക്കാൻ പറ്റില്ല.
കമ്പ്യൂട്ടറും നമ്മുടെ നാട്ടിൽ ശരിക്കും കടന്നു വന്നിട്ട് 10-15 വർഷമായി. 15 വർഷമായിട്ട് ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇന്നത് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പോൾ ജോലിക്കെല്ലാം ഇന്റർവ്യൂ വരുമ്പോൾ ഇന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട് യോഗയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചില കമ്പനികൾ ഇയാളെ തെരഞ്ഞെടുക്കൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കണ്ണിന്റെ പ്രശ്നങ്ങൾ, നടുവേദന, പുറം വേദന, ഷോൾഡർ വേദന ഒക്കെ ഇല്ലാതിരിക്കാൻ ഈ യോഗാസനം കൂടി ചെയ്യണമെന്ന് അവർ നിർബന്ധിക്കുന്നുമുണ്ട്. അപ്പോ നല്ല പുതിയ തലമുറക്ക് ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, കമ്പ്യൂട്ടറൊന്നും ഇല്ലാതെ. അപ്പൊ അതോടൊപ്പം തന്നെ അവർക്ക് ശാരീരിക വ്യായാമം കിട്ടുന്ന യോഗാസനം കൂടെ ചെയ്യണം. അങ്ങനെ ആരോഗ്യമുള്ള തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. അതിനെല്ലാവരും കടന്നു വരണമെന്നാണ് ഈ യോഗാസനത്തിൽ എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്. നിങ്ങൾ അറിഞ്ഞോ, ആഴ്ചയിൽ 500 രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നേഴ്സാകാം. 100% ജോലി ഉറപ്പോടുകൂടി. 1/4 നൂറ്റാണ്ടിന്റെ വിജയത്തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ. പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം. 100% പ്രാക്ടിക്കലോടുകൂടി ഓൺലൈനായും പഠിക്കാം. അഡ്മിഷൻ തുടരുന്നു. 2 വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും 1 വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ്. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ. ഫോൺ നമ്പർ 9446007032, 9947771550, 8606897907.